ഹായ് ഓൾ, ഇന്ന് നമ്മൾ സർക്കിൾ ഗ്രാഫ് അല്ലെങ്കിൽ പൈ ചാർട്ടിനെ പറ്റിയാണ് പഠിക്കുന്നത്. സർക്കിൾ ഗ്രാഫ് എന്താണെന്ന് നോക്കാം. എ സർക്കിൾ ഗ്രാഫ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഹോൾ ആൻഡ് ഇറ്റ്സ് പാർട്സ്. ഒരു ഹോൾ ആയിട്ടുള്ള സാധനവും അതിന്റെ പാർട്സും തമ്മിൽ ഉള്ള റിലേഷൻ ആണ് സർക്കിൾ ഗ്രാഫ് തരുന്നതെന്നാണ് പറയുന്നത്. നമുക്കൊരു ഫുൾ പീസ് തന്നുകൊണ്ട് വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കട്ട് ചെയ്തിട്ട് ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ഇവിടെയും ചെയ്യുന്നത്. ഒരു ഫുൾ പീസ, ഒരു ഹോൾ തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ ഓരോ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് രണ്ടും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ സർക്കിൾ ഗ്രാഫിൽ ഷോ ചെയ്യുന്നത്. ഹിയർ ദ ഹോൾ സർക്കിൾ ഈസ് ഡിവൈഡ് ഇൻ ടു സെക്ടേഴ്സ്. ഇതൊക്കെ സെഗ്മെന്റ് അല്ല, സെക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ദ സൈസ് ഓഫ് ഈച്ച് സെക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ആക്ടിവിറ്റി ഓർ ഇൻഫർമേഷൻ ഇറ്റ് റെപ്രസെന്റ്. ഇത് കണ്ടോ, ഇത് രണ്ടും ഒരേ വലുപ്പത്തിലല്ല, ചിലപ്പോൾ ഇനി ചെറുതായിട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും. ചെറിയ സെക്ടർ ആവാം, അല്ലെ ഇത്രയും പോലുന്ന വലിയ സെക്ടർ ആവാം. അങ്ങനെ അതിന്റെ വലിപ്പം എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? ആ ആക്ടിവിറ്റി, അതെന്താണ് ആക്ടിവിറ്റി അതിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ടൈം സ്പെൻഡ് ബൈ എ ചൈൽഡ് ഡ്യൂറിങ് എ ഡേ. ഇതാണ് നമ്മളുടെ സർക്കിൾ ഗ്രാഫ്. നമുക്കൊരു കാര്യം അറിയാം, എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് എത്രയാണ്? നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ ഡേ. ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ ഡേ എത്രയാ? 24 hours ആണുള്ളത്. അതിനെ നമ്മൾ ഓരോ സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. സ്ലീപ്പിന് 8 മണിക്കൂർ നമ്മൾ ഡിവൈഡ് ചെയ്തു. സ്കൂളിന് 6 hours, പ്ലേന് 3 hours, ഹോംവർക്കിന് 4 hours, അതേഴ്സിന് 3 hours. ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇങ്ങനെയാണ് ആ ചൈൽഡ് ഒരു ഡേയില് ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്നാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താ? ദ പ്രൊപ്പോർഷൻ ഓഫ് ദ സെക്ടർ ഫോർ hours spent in sleeping. ഉറങ്ങാൻ വേണ്ടി ആ കുട്ടി എത്ര നേരം ചെലവഴിക്കുന്നു എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 8 മണിക്കൂറാണ്. അത് ഒരു ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര പ്രൊപ്പോർഷൻ ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ ആൻസർ ചെയ്യാം? അത് ഈക്വൽ ടു ടൈം സ്പെൻഡ് ഓൺ സ്ലീപ്പിംഗ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് എത്രയാ? ഒരു ദിവസത്തില് 24. ടൈം സ്പെൻഡ് ഓൺ സ്ലീപ്പിംഗ് 8/24 പറഞ്ഞ എത്രയാ? ഈക്വൽ ടു 1/3. നമ്മളോട് അടുത്ത ചോദ്യം ചോദിച്ചെന്താ? പ്രൊപ്പോർഷൻ ഓഫ് ദ സെക്ടർ ഫോർ ഹവേഴ്സ് സ്പെൻഡ് ഇൻ സ്കൂൾ. സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം ആ ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര പ്രൊപ്പോർഷനിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നോക്കാം. ടൈം spent in school divided by total hours in a day. എന്താണ്? സ്കൂളിൽ 6 hours ആണ്. 6/24 എന്താണ്? 1/4 ആണ് ഉത്തരം. ഇതാണ് നമ്മളുടെ പ്രൊപ്പോർഷൻ. ഇങ്ങനെ ഓരോന്നും ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്കിപ്പോൾ എന്താ കിട്ടിയില്ലേ? സ്ലീപ്പിന് 1/3 എന്നും സ്കൂളിന് 1/4 എന്നും കിട്ടിയിട്ടുണ്ട്. പ്ലെയിൻ എത്ര ആയിരിക്കും? അപ്പം 3/24. 3/24 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/8 ആണ്. 1/8. അതേഴ്സിന് എത്ര ആയിരിക്കും? അതേ 3 hours ആണ്. അപ്പൊ അതും 1/8. ഹോംവർക്കിന് എത്ര? 4 hours ആണ്. അപ്പൊ എന്താണ്? 1/6 ആണ്. 4 hours പറഞ്ഞാൽ 4/24 എത്രയാ? ഈക്വൽ ടു 1/6. 1/6. ഇതൊക്കെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടുന്നാണ് പറയാം. എങ്ങനെയാന്ന് ചെയ്ത് നോക്കിയാലോ. 1/3ന്റെ ഫുൾ എന്തായിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയത്? 8/24 പ്ലസ് 1/4നെ 6/24 പ്ലസ് 3/24 പ്ലസ് 3/24 പ്ലസ് 4/24. 8 പ്ലസ് 6 എത്രയാ? 14. 14 പ്ലസ് 6 എത്രയാ? 20. 20 പ്ലസ് 4 24. അങ്ങനെ 24/24 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1. അപ്പൊ നമ്മൾ ഒരു പൈ ചാർട്ട് എടുത്തിട്ട് അതിന്റെ സെക്ടേഴ്സിന്റെ പ്രൊപ്പോർഷൻ ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 ആണെന്ന് കിട്ടും. പൈ ചാർട്ട് എങ്ങനെ വരയ്ക്കാന്ന് നമുക്ക് നോക്കാം.
ഒരു സ്കൂളിലത്തെ സ്റ്റുഡൻസിൻ്റെ ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു ടേബിളിലായിട്ട്. ചോക്ലേറ്റ് 50%, വാനില 25%, അതർ ഫ്ലേവേഴ്സ് 25% ആണെന്ന് നമുക്ക് ഒരു സ്കൂളിലെ ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഒരു പൈ ചാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്ന പെർസെൻറ്റേജിലുള്ള വാല്യൂവിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പം ഫ്രാക്ഷൻ എന്താ? 50% എന്ന് പറഞ്ഞാൽ 50/100, 25% പറഞ്ഞാൽ 25/100, ഇത് 25%, ഇത് 25/100. 25/100 പറഞ്ഞാൽ എന്താ? 1/4. 25/100 പറഞ്ഞാൽ 1/4. 50/100 പറഞ്ഞാൽ 1/2. അപ്പം അങ്ങനെ കിട്ടി. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ഡിഗ്രി എത്രയാ? 360 ഡിഗ്രി ആണെന്നാണ് പറയാ. 360 ഡിഗ്രി. അപ്പം ഈ സ്ഥാനത്തിനെ നമ്മൾ 360 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫ്രാക്ഷൻ ഓഫ് 360 ആയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 1/2 × 360 എത്രയാ? 180 ഡിഗ്രി. 1/4 × 360 എത്രയാണ്? 90 ഡിഗ്രി. 1/4 × 360 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അങ്ങനെ നമുക്ക് ടേബിൾ കിട്ടി. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട സെക്ടറിന്റെ അളവും കിട്ടി. ഇനി അത് വരയ്ക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത പെർസെൻറ്റേജിനെ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് 360 ഡിഗ്രി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫ്രാക്ഷൻ ഓഫ് 360 വരെ കിട്ടി. ഇനി നമുക്ക് പൈ ചാർട്ട് വരയ്ക്കണം. പൈ ചാർട്ട് എങ്ങനെയാണ് വരയ്ക്കുക? ആദ്യം നമ്മൾ കൺവീനിയൻറ്റ് റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. കൺവീനിയൻറ്റ് റേഡിയസിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൈൻ വരച്ച് വെക്കുക. അവിടെ റേഡിയസ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 180 ആണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എത്രയും ആംഗിൾ 180 ആയിട്ട് എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ലൈൻ വരയ്ക്കുക. അതെന്താണ്? ചോക്ലേറ്റ് ആണ്. അടുത്തെന്താ? വാനിലയാണ് തന്നിട്ടുള്ളത്. അതെത്രയാ? 90 ഡിഗ്രി. അപ്പം നമ്മൾ ഇവിടുന്ന് 90 ഡിഗ്രി എടുത്തിട്ട് നമ്മൾ വാനില വരയ്ക്കും. അതേപോലെ എത്ര എണ്ണം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളിങ്ങനെ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് വരയ്ക്കുകയാണ് ചെയ്യുക. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Adjoining pie chart gives the expenditure on various items and savings of a family during a month. തന്നിരിക്കുന്ന പൈ ചാർട്ട് എന്താ ഡിനോട്ട് ചെയ്യുന്നത്? ഒരു ഫാമിലിൻ്റെ എക്സ്പെൻഡിച്ചറും അവരുടെ സേവിങ്സിൻ്റെ ഡീറ്റെയിൽസും ആണ്. ഓൺ വിച്ച് ഐറ്റംസ് ദ എക്സ്പെൻഡിച്ചർ വാസ് മാക്സിമം. ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ ഏതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ പൈ ചാർട്ടിൽ നോക്കാം. പൈ ചാർട്ടിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 25% ആണ്. 25% എന്ന് പറയുമ്പോൾ ഏതിനാണ്? ഫുഡിനാണ് എക്സ്പെൻഡിച്ചർ മാക്സിമം. എക്സ്പെൻഡിച്ചർ ഓൺ വിച്ച് ഐറ്റം ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ സേവിങ്സ് ഓഫ് ദ ഫാമിലി. എക്സ്പെൻഡിച്ചർ ഓൺ വിച്ച് ഐറ്റം ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ സേവിങ്സ് ഓഫ് ദ ഫാമിലി. ഫാമിലിൻ്റെ സേവിങ്സിനോട് ഈക്വൽ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഏത് ഐറ്റത്തിനാണ് ഉള്ളതെന്ന്. സേവിങ്സിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 15%. 15% ഉള്ള വേറെ ഐറ്റം ഇവിടെ ഏതാണുള്ളത്? എഡ്യൂക്കേഷൻ ഓൺ ചിൽഡ്രൻ ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ? എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ മന്ത്ലി സേവിങ്സ് ഓഫ് ദ ഫാമിലി ഈസ് ₹3,000, വാട്ട് ഈസ് ദ മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓൺ ക്ലോത്ത്സ്? 15% ഓഫ് എക്സ് എന്താണ്? 3,000 ആണെന്ന് തന്നിട്ടുണ്ട്. 15/100 ഇൻറ്റു എക്സ് ആണ് 3,000 തന്നിട്ടുള്ളത്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ? ഇൻകം ആണ്. എക്സ് ഈക്വൽ ടു ഇൻകം ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അത് അപ്പുറത്തേക്കും ഉണ്ടാവും. എക്സ് ഈക്വൽ ടു എന്താ? 3,000/15 ഇൻറ്റു 100. അതങ്ങനെ കിട്ടി. വാട്ട് ഈസ് ദ മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓൺ ക്ലോത്ത്സ്? ക്ലോത്ത്സിൽ എത്രയാ? 10% ആണ്. ഇതിൻ്റെ 10% ആണ് നമുക്ക് ക്ലോത്ത്സിന് ചിലവാവുക. എക്സ്പെൻഡിച്ചർ ഓൺ ക്ലോത്ത്സ് എത്രയാ? 10/100 ഇൻറ്റു 3,000/15 ഇൻറ്റു 100.
ഈ 100 ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ 10 ഇവിടെ 15. അപ്പോൾ ഇവിടെ എന്താ 3, ഇവിടെ 2. 3000 3 ക്യാൻസൽ ആയി. അപ്പോൾ 1000. 2 into 1000 പറഞ്ഞാൽ ₹2000 ആണ് നമ്മുടെ ആൻസർ. ഇതൊന്നുകൂടി പറഞ്ഞുതരാം. മന്ത്ലി സേവിങ്സ് എന്ന് പറയുന്നത് 3000 ആണ് തന്നിട്ടുണ്ട്. അപ്പം 15% ആണ് 3000. 15% ഓഫ് ഇൻകം ആണ് 3000. അപ്പം ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് ഈക്വൽ ടു 3000 by 15 into 100. ഓക്കെ. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഓൺ ക്ലോത്ത്സ് ആണ് വേണ്ടത്. എക്സ്പെൻഡിച്ചർ ഓൺ ക്ലോത്ത്സ് എത്രയാണ്? 10% ആണ്. അപ്പോൾ 10/100 into എക്സ്, അത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ എ പർട്ടിക്കുലർ ഡേ ദി സെയിൽസ് ഇൻ rupees for different items of a baker's shop are given below. Ordinary bread equal to rupees 320, fruit bread equal to 80, cake and pastries 160, biscuit 120, others 40. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈ ചാർട്ട് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. 320/720 എത്രയാണ്? അതേപോലെ 80/720, 160/720, 120/720, 40/720. അപ്പോൾ 320/720 എന്ന് പറഞ്ഞാൽ എന്താ? 4/9 ആണ്. 4 into 8 അല്ലേ 320, 9 into 8 720. അപ്പം 4/9. 80/720 എന്തായിരിക്കും? 1/9. 160/720 എന്ന് പറഞ്ഞാൽ എത്രയാ? 320ന്റെ നേരെ പകുതി. അപ്പം എന്താ? 2/9. 120/720. 120/720 എന്ന് പറഞ്ഞാൽ എന്താ? 1/6 ആണ്. 40/720യോ? 40/720 എന്ന് പറഞ്ഞാൽ 80/720 1/9 ആണെങ്കിൽ 40/720 എന്തായിരിക്കും? 1/18 ആയിരിക്കും. ഇതിന്റെ നേരെ പകുതി. അപ്പൊ ഫ്രാക്ഷനും കിട്ടി. ഇനി എന്താ കൺവേർട്ട് ചെയ്യേണ്ടത്? ഇത് ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ ഓഫ് 360 അതാണ് നമുക്ക് അടുത്ത് കാണേണ്ടത്. 4/9 into 360. 4/9 into 360. 1/9 into 360. 2/9 into 360. 1/6 into 360. 1/18 into 360. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. 4/9 into 360 പറഞ്ഞാൽ 9 into 4 ആണ് 36. അപ്പോൾ 4 into 4 16. 160 ആണ് അവിടെ വരെ. 1/9 into 360 പറഞ്ഞാൽ എത്രയാണ്? 40. 2/9 into 360 എന്ന് പറഞ്ഞാൽ 80. 1/6 into 360 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60. 1/18 into 360 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? തന്ന വാല്യൂസിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യും. ഫ്രാക്ഷൻ ഓഫ് ഹോളിലേക്ക് കൺവേർട്ട് ചെയ്യും. പിന്നെ ഫ്രാക്ഷൻ ഓഫ് ഹോൾ കിട്ടിയാൽ ഫ്രാക്ഷൻ ഓഫ് 360 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫ്രാക്ഷൻ ഓഫ് 360 കിട്ടിയാൽ നമുക്ക് പൈ ചാർട്ടിന്റെ സെക്ടർ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പം നമ്മൾ ഒരു സൂട്ടബിൾ ആയിട്ടുള്ള റേഡിയസ് എടുത്തിട്ട് നമ്മൾ സർക്കിൾ വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഒരു റേഡിയസ് വരയ്ക്കും. എന്നിട്ട് 160 ആണ് ആദ്യത്തെ വാല്യൂ. 160. അപ്പം പ്രൊട്രാക്ടർ എടുത്തിട്ട് 160 മാർക്ക് ചെയ്യാം. അത് ഏതാ? ഓർഡിനറി ബ്രെഡ് ആണ്. ഓർഡിനറി ബ്രെഡ് പറഞ്ഞാൽ 160 ആണ്. പിന്നെന്താ? ഫ്രൂട്ട് ബ്രെഡ് ആണ് വേണ്ടത്. അത് എത്രയാ? 40 ഡിഗ്രി. ഫ്രൂട്ട് ബ്രെഡ് എന്ന് പറഞ്ഞാൽ 40 ആണ്. പിന്നെന്താ? കേക്ക്സ് ആൻഡ് പേസ്ട്രീസ് 80. കേക്ക്സ് ആൻഡ് പേസ്ട്രീസ് അത് 80 കിട്ടി. ബിസ്ക്കറ്റ് എത്രയാ? 60. ബിസ്ക്കറ്റ് 60 ആണ്. പിന്നെന്താ? അതേഴ്സ് 20.